നമസ്കാരം. സൂര്യൻ്റെ ഒരു ആപ്ലിക്കെ ഉണ്ടാക്കി നോക്കാം. ഇത് ബുക്ക് മാർക്ക് പോലെയും ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള 2 ആപ്ലിക്കേസ് ഉണ്ടാക്കണം. അപ്പം അതിനായിട്ട് ആദ്യം നമുക്കൊരു സ്മൈലി ഉണ്ടാക്കണം. സ്മൈലി ഫേസ് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തതാണ്. അതേപോലെ തന്നെ സ്മൈലി ഉണ്ടാക്കാം. സ്മൈലി ഉണ്ടാക്കാനായിട്ട് നമുക്ക് റൗണ്ട്സിലാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് 5 ചെയിൻസ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഒരു ലൂപ്പായിട്ടുണ്ട്. ഇനി ഈ ലൂപ്പിനകത്തേക്ക് നമുക്ക് ഡബിൾ ക്രൂഷേസ് ചെയ്യണം. ആദ്യം 3 ചെയിൻസ് ചെയ്യുക. പിന്നീട് ലൂപ്പിനകത്തേക്ക് 11 ഡബിൾ ക്രൂഷേസ് ചെയ്യാം. ഈ റൗണ്ടിൽ മൊത്തം 12 ഡബിൾ ക്രൂഷേസ് ആണുള്ളത്. ഇനി ആദ്യം ചെയ്ത 3 ചെയിൻസിൽ മൂന്നാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ട് ജോയിൻ ചെയ്യാം. ഇനി രണ്ടാമത്തെ റൗണ്ടാണ്. 3 ചെയിൻസ് ചെയ്തിട്ട് ആ ചെയിൻസ് ചെയ്ത അതേ സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രൂഷേ കൂടി ചെയ്യുകയാണ്. അപ്പോൾ 2 ഡബിൾ ക്രൂഷേസാണ് ഒരു സ്റ്റിച്ചിൽ ചെയ്യുന്നത്. അപ്പോൾ മൊത്തം രണ്ടാമത്തെ റൗണ്ടിൽ 24 ഡബിൾ ക്രൂഷേസ് ആണുള്ളത്. ആദ്യം ചെയ്ത 3 ചെയിൻസിലെ മൂന്നാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് സെക്കൻഡ് റൗണ്ട് ജോയിൻ ചെയ്യാം. ഇനി ബുക്ക് മാർക്കാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ടെയിൽ ഉണ്ടാക്കിയിട്ട് അതിന് ഫ്രിഞ്ചസ് ചെയ്യണം. അപ്പോൾ ടെയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ചെയിൻസ് ചെയ്താൽ മതി. ആവശ്യമുള്ള അത്രയും നീളത്തിൽ ചെയിൻസ് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് ഫ്രിഞ്ചസ് നമുക്ക് കെട്ടിവെക്കാം. സ്മൈലി ബുക്ക് മാർക്ക് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് വിശദമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് ഇതിൽ വിശദമായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്മൈലിയുടെ ഫേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതായത് 2 കണ്ണുകളും ഒരു വായുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് നമുക്ക് ബ്ലാക്ക് ത്രെഡ് ഉപയോഗിച്ച് ചെയ്യാം. അതല്ല ബീഡ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം. സ്മൈലി ചെയ്തതിന് ശേഷം ഇനി സൂര്യൻ രശ്മികളെ ക്രോഷേ ചെയ്തുണ്ടാക്കണം. ഞാനൊരു ചെറിയ ഹുക്കാണ് ഉപയോഗിക്കുന്നത്. 1 mm ഒരു ഹുക്കാണ് ഉപയോഗിക്കുന്നത്. കയ്യിലുള്ള ഹുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സൂര്യരശ്മികൾ ചെയ്യാനായിട്ട് ഓറഞ്ച് കളറിയാണ് അറ്റാച്ച് ചെയ്യുക. 9 ചെയിൻസ് ചെയ്യാം. 9 ചെയിൻസ് ചെയ്തതിന് ശേഷം തൊട്ടിപ്പുറത്തുള്ള, അതായത് ഏറ്റവും ആദ്യത്തെ ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. പിന്നീട് ഒരു സിംഗിൾ ക്രൂഷേ, അടുത്ത ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രൂഷേ ചെയ്യുക. പിന്നെ ഹാഫ് ഡബിൾ ക്രൂഷേ ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്സും കൂടെ ഒരുമിച്ച് പുറത്തേക്ക് എടുക്കുന്നതാണ് ഹാഫ് ഡബിൾ ക്രൂഷേ. അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രൂഷേ ചെയ്യാം. തൊട്ടടുത്ത 2 ചെയിൻസിലേക്കും ഓരോ ഡബിൾ ക്രൂഷേ ചെയ്യാം. അതായത് 3 ഡബിൾ ക്രൂഷേസാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അവസാനത്തെ 2 ചെയിൻസിലേക്ക് ഓരോ ട്രിപ്പിൾ ക്രൂഷേ വീതം ചെയ്യാം. ട്രിപ്പിൾ ക്രൂഷേ ചെയ്യുമ്പോൾ 2 തവണ യാൺ ഓവർ ചെയ്യണം. ഇനി 2 ചെയിൻസ് വിട്ടതിന് ശേഷം മൂന്നാമത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഈ റൗണ്ട് മുഴുവനും ഇനി ഇതേപോലെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം 9 ചെയിൻസ് ചെയ്തതിന് പകരം ഇവിടെ 6 ചെയിൻസാണ് ചെയ്യുന്നത്. ചെറിയ രശ്മി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസുള്ള രശ്മികൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നേരത്തെ ചെയ്ത അതേപോലെ ആദ്യത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ സിംഗിൾ ക്രോഷേ ചെയ്യുക. പിന്നീട് ഹാഫ് ഡബിൾ ക്രോഷേ. അടുത്ത 2 ചെയിൻസിലേക്ക് ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യാം. ഇനി ഒരു ചെയിൻ വിട്ട ശേഷം തൊട്ടടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് വലുതും ചെറുതുമായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരേ സൈസിൽ ചെയ്യാം. ഒരു റൗണ്ട് മുഴുവൻ രശ്മികൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഏറ്റവും അവസാനത്തെ രശ്മിയാണ് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാൻ പോവാണ്. ഇനി ഈ 2 ഭാഗങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തോ അതല്ലെങ്കിൽ സിംഗിൾ ക്രോഷേ ചെയ്തോ ജോയിൻ ചെയ്ത് വയ്ക്കാം.
രണ്ട് ഭാഗങ്ങളും ഒരേപോലെ ചേർത്ത് പിടിച്ച് വേണം സ്റ്റിച്ചസ് ചെയ്യാൻ. ഇങ്ങനെ രണ്ട് ഭാഗത്തുള്ള സ്റ്റിച്ചസിൽ കൂടിയും ഞാൻ വലിച്ചെടുത്തതിന് ശേഷം പിന്നീട് രണ്ട് വശങ്ങൾ യോജിപ്പിച്ച് പിടിച്ച് ഏറ്റവും ആദ്യത്തെ സ്റ്റിച്ചിനകത്തൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതുപോലെ. ഇനി മറ്റേ ഭാഗത്തിൻ്റെയും ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത ശേഷം സിംഗിൾ ക്രോഷേ ചെയ്യാൻ വേണമെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ചിങ് ചെയ്യാവുന്നതാണ്. അതേപോലെ അടുത്ത സ്റ്റിച്ചസിലേക്കൊക്കെയും സിംഗിൾ ക്രോഷേസ് അല്ലെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഈ സൈഡ് മുഴുവനും കഴിഞ്ഞു. ഇനി ഏറ്റവും മുകളിലുള്ള സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി മറ്റേ വശത്തും ഇതേപോലെ ചെയ്യുക. വശങ്ങളെല്ലാം യോജിപ്പിച്ചതിന് ശേഷം റൗണ്ട് സ്മൈലിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാം. അതിനുശേഷം വീണ്ടും രണ്ട് വശങ്ങളും ചേർത്ത് പിടിച്ച് സിംഗിൾ ക്രോഷേസോ സ്ലിപ്പ് സ്റ്റിച്ചസോ ചെയ്ത് യോജിപ്പിക്കാം. ഇതുപോലെ നല്ലൊരു ബുക്ക് മാർക്ക് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി.